അയില ക്ലീൻ ചെയ്യാനായിട്ട് അറിയില്ല എന്ന് ഇനി പറയണ്ട കേട്ടോ. കാരണം അയിലയുടെ ക്ലീനിങ് നല്ല ഭംഗിയായിട്ട് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അയിലയുടെ കട്ടിങ്ങും ക്ലീനിങ്ങുമായിട്ടുള്ള ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരെല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ്. വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏത് മീനിൻ്റെ ക്ലീനിങ് ആണെങ്കിലും ഇച്ചിരി കല്ലുപ്പും നല്ല മൂർച്ചയുള്ള കത്രിയോ ഒക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളത്തിൽ ഞാൻ 2 പിടി കല്ലുപ്പ് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അയില ഇതേപോലെ നമ്മുടെ ഉള്ളങ്കൈയിലേക്ക് തലഭാഗം വെച്ചിട്ട് ഇതേപോലെ വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചീകി കൊടുക്കാം. അതിൻ്റെ മുകളിലുള്ള ചെതുമ്പലൊക്കെ ഇതേപോലെ നമ്മുടെ കത്തിയിലേക്ക് കാണാൻ കഴിയും. കയ്യിൽ പിടിക്കേണ്ടതെന്നാണെങ്കിൽ ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചീവി എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് കാണുന്ന നമ്മുടെ ഈ ചിറകുകൾ നമുക്കിതിങ്ങനെ വെട്ടിയെടുക്കാം. 2 വശത്തും നമുക്ക് ആ ചിറകുകൾ വെട്ടിയെടുത്ത ശേഷം വാല് ഇതേപോലെ തന്നെ മുറിച്ച് നമുക്ക് ഒടിച്ച് മാറ്റാം. അതിനുശേഷം നമുക്കത് ഉപ്പുവെള്ളത്തിലേക്ക് ഇടാം. മീൻ കറിയാണെങ്കിലും പൊരിച്ചാണെങ്കിലും നമുക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണല്ലേ. പക്ഷേ ക്ലീനിങ്ങിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ മാത്രം നമുക്കൊരു ഇച്ചിരി അയ്യോ ഇത് വൃത്തിയാക്കി എടുക്കണമല്ലോ എന്നുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടാവുമല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെട്ടി തേച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ വൃത്തിയാക്കി എടുത്ത് കറി ഉണ്ടാക്കിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുമേ. അങ്ങനെ ഇത് 3ാമത്തെ അയിലയാണ്. ഇതുകൂടി ഞാൻ ഇതിൻ്റെ വാലൊക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പുവെള്ളത്തിലേക്ക് ഇടാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തലഭാഗം, ചിലർ തലഭാഗം മുഴുവനായിട്ടും കളയും. പക്ഷെ ഞാനിവിടെ ഇതിൻ്റെ കണ്ണ് ഭാഗം വെച്ചിട്ടാണ്, അതായത് നമുക്ക് മീൻ പൊരിക്കാനും ഇല്ലെങ്കിൽ കറിയാക്കാനോ ഇല്ലെങ്കിൽ അയില മുളകിട്ട് വറ്റിക്കാനോ ഒക്കെ ആയിട്ടുള്ള പാകത്തിനായിട്ട് കണ്ണ് ഭാഗം നമ്മളിതിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ തലഭാഗം നമ്മൾ കളയുന്നത് കേട്ടോ. അപ്പോൾ തലഭാഗം എങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. അപ്പോൾ ആ കണ്ണ് ഭാഗം അവിടെ തന്നെ ഉണ്ടാവും. ഇതേപോലെ പൊളിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ചെകിളയൊക്കെ നമുക്ക് ഒന്ന് വലിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ ഒരു മുള്ളുണ്ടാവും, അത് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തലഭാഗത്തിൻ്റെ അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ കളയാട്ടോ. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇപ്പോൾ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ പൂച്ചകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ അത് കഴിച്ചോളും. ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ ഒരു കുഞ്ഞു പൂച്ചയുണ്ട്. അപ്പോൾ ഞാനതിനെ കാണിച്ചു തരാം. ഈ അയിലയുടെ ഈ തലഭാഗം കളയാൻ മാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു മീനിൻ്റെയും കൂടി തലഭാഗം കളയുന്നത് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ എടുക്കാം. കണ്ടോ, ഇങ്ങനെ ചീകി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെകിളയോട് കൂടിയിട്ട് അതിൻ്റെ വായ ഭാഗം ഇങ്ങോട്ട് പോരും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ സിസറിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കണ്ണും കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം കത്തി ഉപയോഗിച്ച് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കണ്ടോ, ഇതേപോലെ നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ തലഭാഗം ഇപ്പോൾ മൊത്തത്തിൽ ക്ലീനായി വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്ലീൻ ചെയ്തതാ ഇതേപോലെ കിട്ടും. ഇത്രയും കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി മുക്കാലും നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അയില ഇപ്പോൾ തലയൊക്കെ കളഞ്ഞ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കളയുന്നത് ഞാനിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത്തിരി വെള്ളത്തിൽ ഇടാം. വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം അതിൻ്റെ ചോരയൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകി ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ തലഭാഗം ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലൊരു പൂച്ചയുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് അതിന് 2 കഷ്ണം കൊടുക്കാം. പിന്നെ ചിലർ കാക്കകൾക്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. പക്ഷേ കാക്കകൾക്കൊക്കെ ഇട്ട് കൊടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തടുത്തൊക്കെ വീടുകളുള്ളപ്പോഴത്തേക്കും അപ്പുറത്തും ഇപ്പുറത്തും വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കില്ല. പൂച്ചയൊക്കെ തിന്നതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാക്കകൾ അതിൽ നിന്ന് കൊത്തിക്കൊണ്ട് പോകലാണ് കേട്ടോ ഇവിടെയൊക്കെ പതിവ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുഞ്ഞൻ പൂച്ച. ഇവരാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കുന്ന നല്ല മിടുക്കനായിട്ടുള്ള പൂച്ചയാണ്. നമ്മൾ വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ, സാധാരണ നമ്മുടെ വീടുകളിൽ വരുന്ന പോലത്തെ പൂച്ചയാണ്. അപ്പോൾ കുഞ്ഞൻ പൂച്ചയ്ക്ക് അങ്ങനെ നമ്മുടെ 2 തലഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനവിടെ ഇരുന്ന് കഴിക്കട്ടെ. നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടില്ല, ഇച്ചിരി ദേഷ്യം വരും. അപ്പോൾ നമുക്ക് മാറാം, നമുക്ക് പോവാം. നമുക്ക് നമ്മുടെ ബാക്കി ഇച്ചിരി കൂടി പണി നമ്മുടെ അയിലയിലുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പണി ചെയ്യാം. ഇവനിവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുഞ്ഞമ്പൂച്ചിന് 2 മീൻ തലയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പണി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അയില ഇതേപോലെ ഒന്ന് കയ്യിലെടുക്കുക, വയറ് ഭാഗം ഒന്ന് കീറി കൊടുക്കുക. അപ്പം നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താണത്? അയിലയുടെ മുട്ട ഉണ്ടാവും കേട്ടോ. എല്ലാ അയിലയിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചതിൽ എല്ലാത്തിലും നല്ല മുട്ടകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി മുട്ടയും കൂടി, അയില മുട്ടയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള, ഇപ്പോൾ സിസറാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മുടെ അയില മുട്ടയൊക്കെ ഇതേപോലെ കളക്ട് ചെയ്ത് ഇത്തിരി വെള്ളത്തിലേക്ക് ഇട്ട് നമുക്കൊന്ന് കഴുകിയെടുത്ത് ഇച്ചിരി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഇത്രയും അയിലമുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അയിലകളൊക്കെ ഇതേപോലെ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് വയറ് ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ വയറ് ഭാഗത്തൊരു കറുത്ത ഒരു ചെറിയൊരു സ്കിൻ ടൈപ്പ് ഉണ്ടാവും. അത് മാത്രം ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചീവി കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്ക് അയില നന്നായിട്ട് കഴുകിയെടുക്കുക. അതായത് ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറ് ചുമന്ന കളറല്ലേ, ചോര കളറുണ്ടല്ലോ, അപ്പോൾ അത് മാറുന്ന വരെ നമുക്കൊരു 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകി തന്നെ എടുക്കാം. മീൻ ആദ്യം തന്നെ നമ്മൾ വെട്ടിയിട്ട് കല്ലുപ്പിലാണല്ലോ ഇട്ടത്. ആ കല്ലുപ്പിൽ ഇടുമ്പോൾ തന്നെ അതിന് മുകളിലുള്ള അണുക്കളും പിന്നെ അത് മാത്രമല്ല അതിന് മുകളിലുള്ള ചെതുമ്പലും അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് അതിൻ്റെ സ്കിന്നിൽ നിന്ന് അത് വിട്ടു പോരും. അതിനാണ് നമ്മൾ ഈ കല്ലുപ്പിട്ട് കഴുകുന്നതും. പിന്നെ പണ്ടൊക്കെ ആൾക്കാർ ഉപ്പൊക്കെ തേച്ചിട്ട് നമ്മൾ കല്ലിലൊക്കെ ഇട്ട് ഉരയ്ക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഈ കല്ലുപ്പിൻ്റെ ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും പരമാവധി കല്ലുപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇതിൻ്റെ വയറുഭാഗം ഒക്കെ നമ്മളിപ്പോൾ ഇതിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ട് പൈപ്പ് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം. എത്രയോ പ്രാവശ്യം കഴുകുന്നു അത്രയോ പ്രാവശ്യം ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇതിലിപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മളിപ്പോൾ ഊറ്റിക്കളയാൻ പോവാണ്. ഇതേപോലെ ഒന്ന് കമത്തി കൊടുത്താൽ മതി. നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം കഴുകിയത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. കഴുകിയെടുത്തത് ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ആകെ ഇതിൻ്റെ മുകളിൽ ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വരഞ്ഞെടുക്കാം കേട്ടോ. അടുപ്പിച്ച് വേണമെങ്കിൽ വരയാം. ഞാനിപ്പോൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതേപോലെ വരഞ്ഞെടുക്കുന്നത്. ഇതേപോലെ വരഞ്ഞെടുക്കും. ഇപ്പോൾ നമുക്ക് വറുക്കാനായിട്ടാണെങ്കിലും കറി വയ്ക്കാനായിട്ടാണെങ്കിലും ഇത് തന്നെയായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതേപോലെ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് 2 കിലോ അയിലയാണ് കേട്ടോ വെട്ടി തേച്ച് കഴുകി വരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി മീൻ ഇതേപോലെ കിട്ടുവാണെങ്കിൽ ഒട്ടും തന്നെ മടി തോന്നിക്കണ്ട കേട്ടോ. വേഗം തന്നെ ഇതേപോലെ വെട്ടി തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക. അതിന് ശേഷം വറുക്കാനായിട്ടോ കറി വയ്ക്കാനായിട്ടോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ അയില നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുക. ഒരു സ്ട്രെയിനറിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ വെള്ളം താഴത്തൂടി അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അയില നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗം വേണ്ടാന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.